കേരളത്തിൽ സമീപകാലത്തായി ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് മിന്നൽ അപകടകാരികളാകുന്നതെന്ന് നോക്കാം. ഒരു സാധാരണ ഇടിമിന്നലിൽ ഏകദേശം 300 ദശലക്ഷം വോൾട്ട് വരെ വൈദ്യുതി ഉണ്ടാകാം. ഇത് മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയസ്തംഭനം, നാഡീവ്യൂഹത്തിന്റെ തകരാർ, ആന്തരിക അവയവങ്ങൾ വെന്തുപോകൽ എന്നിവ സംഭവിക്കുന്നു. മിന്നൽ പിണരുകൾ കടന്നുപോകുന്ന വായു പെട്ടെന്ന് ചൂടാകുന്നു. ഈ ചൂട് വായുവിനെ പെട്ടെന്ന് വികസിപ്പിക്കും. ഇതാണ് ഇടിമുഴക്കമെന്ന ശബ്ദമുണ്ടാക്കുന്നത്. ഈ താപം നേരിട്ടേറ്റാൽ ശരീരം കരിഞ്ഞു പോകും. കേരളത്തിലെ ഉയർന്ന ജനസാന്ദ്രതയും പച്ചപ്പും കാരണം മിന്നൽ മനുഷ്യരിലേക്കോ വീടുകളിലേക്കോ എത്താനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഇക്കാരണത്താൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. മിന്നൽ സമയത്ത് മൈതാനങ്ങളിലോ കുന്നിൻ മുകളിലോ മരച്ചുവട്ടിലോ നിൽക്കരുത്. ഉയരമുള്ള വസ്തുക്കളിലാണ് മിന്നൽ ആദ്യം പതിക്കുക. അതിനാൽ മരച്ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നത് അപകടകരമാണ്. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാറിനുള്ളിലോ ബസ്സിനുള്ളിലോ ഇരിക്കുന്നത് സുരക്ഷിതമാണ്. പക്ഷേ വാഹനത്തിന്റെ ലോഹഭാഗങ്ങളിൽ സ്പർശിക്കരുത്. കുളിക്കാനോ മീൻ പിടിക്കാനോ ഈ സമയത്ത് ഇറങ്ങരുത്. മിന്നൽ കാണുന്നതും ഇടിമുഴക്കം കേൾക്കുന്നതും തമ്മിലുള്ള സമയം കുറവാണെങ്കിൽ അപകട മേഖലയിലാണെന്ന് മനസ്സിലാക്കുക. ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. ന്യൂസ് ഡെസ്ക്, TCV.